കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഇന്ത്യയിലെ പ്രശസ്തമായ പുണ്യസ്ഥലങ്ങളിലൊന്നാണ് കേരളത്തിലെ ഓച്ചിറയിലെ പരബ്രഹ്മ ക്ഷേത്രം. കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ ദേശീയപാത 66-നടുത്താണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു. അതിപുരാതനമായ ഈ സ്ഥലത്തിന് ഓച്ചിറ എന്ന് വിളിക്കുന്നതിന് നിരവധി വിശ്വാസങ്ങളുണ്ട്. ഓംകാരച്ചിറ എന്ന വാക്കിൽ നിന്നും കൂടാതെ ഊവച്ചൻ ചിറയിൽ നിന്ന് ഉത്ഭവിച്ച ഊവച്ചൻ, അതായത് ശിവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതെല്ലാം കഥകളെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. ക്ഷേത്രം രാവിലെ 4 മണി മുതൽ 8 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെയും തുറന്നിരിക്കും. നിരാലംബർക്കും അനാഥർക്കും വേണ്ടിയുള്ള സ്ഥലമാണ് ഈ മഹാക്ഷേത്രം. നിത്യ അന്നദാനം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ക്ഷേത്രത്തിൽ വിഗ്രഹമില്ല എന്നാണ്. പ്രധാന ദേവതയെ പരബ്രഹ്മം എന്ന് വിളിക്കുന്നു. പരബ്രഹ്മം അതായത് ശിവഭഗവാൻ. കിഴക്കേ ഗോപുരം മുതൽ അവസാനത്തെ കവാടം വരെ 2 ആൽത്തറയും ശ്രീകോവിലും ഉള്ളതാണ് ക്ഷേത്ര സമുച്ചയം. മഹാദേവന്റെ വാഹനമായ നന്ദിയുടെ സങ്കല്പമാണ് ഈ ഓച്ചിറക്കാള. ഇവിടെ ഭക്തർക്ക് കാളക്കുട്ടികളെ വഴിപാടായി നൽകാം. ഇവിടുത്തെ കൗതുകകരവും പ്രധാന വഴിപാടുമാണ് കാളക്കുട്ടികളെ വഴിപാടായി കൊടുക്കുന്നത്. വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്ന മരങ്ങളുടെ ചുവട്ടിൽ ആളുകൾ പരബ്രഹ്മത്തെ, അതായത് ശിവഭഗവാനെ ആരാധിക്കുന്നു. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിൻ്റെ സർവേ നടത്തിയ 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഓച്ചിറ പടനിലത്തിൻ്റെ കിഴക്കുഭാഗത്ത് വളരെ പഴക്കമേറിയ ക്ഷേത്രവും ആ ക്ഷേത്ര മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് വലിയ കല്ലുകെട്ടിച്ചിറ അഥവാ കുളം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. ആ കുളം ഇപ്പോൾ ക്ഷേത്രവളപ്പിന് പുറത്താണ്. 19-ാം നൂറ്റാണ്ടിൽ ഈ ചിറ ഓണാട്ടു രാജാവ് എന്നറിയപ്പെടുന്ന കായംകുളം രാജാവിൻ്റേതായതിനാൽ ഈ ചിറ ഓണാട്ടു ചിറയെന്നും ക്രമേണ ഓച്ചിറയായി മാറുകയും ചെയ്തു. ഓച്ചിറ വൃശ്ചികോത്സവം അഥവാ വൃശ്ചികം 1 മുതൽ 12 വിളക്ക് എന്ന പ്രധാന ആഘോഷമാണ്. കൂടാതെ ജൂണിൽ നടക്കുന്ന ഓച്ചിറക്കളി, മഴയിൽ ചെളിവെള്ളത്തിൽ കളിക്കുന്നത് പ്രസിദ്ധമാണ്. ഇവിടെ 28-ാം ഓണം പ്രധാന ആഘോഷമാണ്. ഓണത്തിന് ശേഷം വരുന്ന 28-ാം ഓണം. അന്ന് പല സ്ഥലത്തു നിന്നും നിർമ്മിച്ച 50ഓളം എടുപ്പുകുതിരകളെ ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഓണാട്ടുകരയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്.
രണ്ടാമത്തെ ആൽത്തറ കഴിഞ്ഞാൽ ഈ കാണുന്നത് സർപ്പക്കാവാണ്. അമ്പലത്തിൽ വരുന്ന ഭക്തർ ഇവിടെയും തൊഴുതിട്ടാണ് മടങ്ങുന്നത്. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത മലയാള സിനിമ പാദമുദ്രയിൽ ഓച്ചിറയിലെ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ ചിത്രത്തിലെ ഓംകാരമൂർത്തി ഓച്ചിറയിൽ എന്ന ഗാനം വളരെ പ്രസിദ്ധമാണ്. മുന്നിൽ കാണുന്ന 50 അടി ഉയരമുള്ള ഇരട്ട ഗോപുരത്തിൽ നിരവധി പുരാതന ശില്പങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.